തേങ്ങയൊന്നും കൂട്ടാതെ തന്നെ നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ ഒരു വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കണം. അതിലോട്ട് തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി വെള്ളരിക്ക ഇതുപോലെ ആയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായി പിടിച്ച് വെള്ളരിക്ക ഇതുപോലെ ആയതിന് ശേഷം അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേവാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മൂടി വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമെല്ലാം വറ്റി കിട്ടി. ഇനി അതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ പുളിക്കാത്ത തൈര് വേണം ഒഴിച്ച് കൊടുക്കാൻ. പുളി കൂടിയാൽ ടേസ്റ്റ് മാറും. ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ആയി കിട്ടിയതിന് ശേഷം ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ജീരകവും ഉഴുന്നുമിട്ട് ചൂടാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് മല്ലിച്ചപ്പോ കറിവേപ്പിലയോ ഇടാവുന്നതാണ്. ഇത് ചോറിനോടൊപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെള്ളരിക്ക മൂപ്പിച്ച കറി റെഡിയായി കിട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.